നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാനൊരു സത്യം പറഞ്ഞു. അതെന്താന്ന് ചേച്ചി പറഞ്ഞു തീരൂ. ഞാൻ സഞ്ജുവേട്ടന്റെ ഭാര്യ. എന്റെ ഭർത്താവിന് വേണ്ടി ഞാനല്ലേ പൂജ ചെയ്യേണ്ടത്. ഇനി എന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? അത് സഞ്ജുവിന് ഈ പൂജയിലോ ദൈവത്തിലോ ഒന്നും വിശ്വാസമില്ല. വിശ്വാസമില്ലാത്ത ആളിന് പൂജ നടത്തുന്നത് ദൈവത്തിനെ കളിയാക്കുന്നതിന് തുല്യോ. അത് ഗുണത്തെക്കാൾ ദോഷമായി തീരും. ദൈവകോപം വരുത്തി വെക്കാതെ നീ പൂജയ്ക്കൊന്നും പോരുത്. ഇനി പോയാൽ തന്നെ സഞ്ജുവിന്റെ അനുവാദം വാങ്ങണം. ഒരു ഭാര്യയ്ക്ക് അവളുടെ ഭർത്താവിനോടുള്ള സ്നേഹം ലക്ഷ്മി പൂജ. അതിന് ഭർത്താവിന്റെ അനുവാദം ഒന്നും വാങ്ങേണ്ട കാര്യമില്ല. പിന്നെ സഞ്ജുവേട്ടന് പൂജയിലോ ദൈവത്തിലോ വിശ്വാസം ഇല്ലാന്ന് വെച്ച് ഞാനും അങ്ങനെ ആവേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയുണ്ടെങ്കിൽ ഈ കുടുംബത്തിൽ ഇതിനു മുൻപ് പൂജകളൊന്നും നടന്നിട്ടില്ലേ? സഞ്ജുവേട്ടന്റെ അമ്മ ദൈവവിശ്വാസിയല്ലേ? സഞ്ജുവേട്ടൻ തന്നെ എത്രയോ ക്ഷേത്രങ്ങളില് അമ്മയെ കൊണ്ടുപോയിട്ടുണ്ട്. എന്താ അപ്പൊ അമ്മയെ വിലക്കാതിരുന്നത്? ഈ കുടുംബത്തിൽ തന്നെ ഒരു കുടുംബക്ഷേത്രം ഇല്ലേ? ചേച്ചി, ഇത് എന്റെ കടമയാ. ഞാനിത് ചെയ്തേ തീരൂ. അതിന് ബലം ഉണ്ടാവും. ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞതിലാ എനിക്ക് സങ്കടം. ചേച്ചിക്ക് ഒരു ഭർത്താവ് ഉള്ളതല്ലേ? ആ ഭർത്താവ് ഉള്ളതാ എന്റെ വിഷമം. ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? ഇന്നെന്തെങ്കിലും പുതിയ വിഷയം ഉണ്ടായോ? ആ, നീ ഇവിടെ ഇരിക്കായിരുന്നോ? ഞാൻ നിന്റെ മുകളിലൊക്കെ നോക്കി. സഞ്ജുവിന് വേണ്ടി അമ്മു ലക്ഷ്മി പൂജ ചെയ്യാൻ പോകുന്നു. ലക്ഷ്മി പൂജയോ? അതെ. പാദപൂജ. അതെ, ഭാര്യ ഭർത്താവിന് വേണ്ടി ചെയ്യുന്ന പൂജ. അമ്മ അല്ല സഞ്ജുവിന്റെ ഭാര്യ. അവൾ ഈ ചടങ്ങ് നടത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്കതൊരു വിഡ്ഢിയെ പോലെ കണ്ടു നിൽക്കാനാവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.